ഓം ശ്രീ മഹാദേവ്യൈ നമഃ. വിശേഷം എന്ന പംക്തിയിൽ ഇപ്പോൾ പറയുന്നത് നവരാത്രിയെക്കുറിച്ചാണ്. നവരാത്രി ആരംഭിക്കുന്നത് ഇന്നാണ്. ഇന്ന് 2024 ഒക്ടോബർ 3-ാം തീയതി 1200 കന്നിമാസം 17-ാം തീയതി വ്യാഴാഴ്ചയാണ് ഇക്കൊല്ലത്തെ ആശ്വിനമാസ ശരന്നവരാത്രി ആരംഭിക്കുന്നത്. നമുക്കറിയാം, വർഷത്തിൽ 2 തവണ നവരാത്രി വരും. വസന്ത ഋതുവിലും ശരത് ഋതുവിലും. വസന്ത നവരാത്രി എന്നും ശരത് നവരാത്രി എന്നും പേര് 2 തവണ വർഷത്തിൽ നവരാത്രിയുണ്ട്. അതിലെ ശരത് ഋതുവിൽ വരുന്ന ആശ്വിനമാസത്തിൽ വരുന്ന നവരാത്രിക്കാണ് ദേവി ആരാധനയിൽ കൂടുതൽ പ്രാധാന്യമുള്ളത്. അങ്ങനെ ദേവി ആരാധനയിൽ വളരെ വിശേഷപ്പെട്ട ആശ്വിനമാസ ശരത് നവരാത്രി ഇന്ന് ആരംഭിക്കുകയാണ്. നവരാത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നവരാത്രിയാണ്. 9 രാത്രി അല്ലെങ്കിൽ 9 ദിവസം. 9 രാത്രി 9 പകലും അതിന് കൂടെ ചേരുന്നു. അപ്പോൾ 9 ദിവസമാണ് സാധാരണ നവരാത്രി ആഘോഷിക്കുന്നത്. പക്ഷേ ഇക്കൊല്ലത്തെ പ്രത്യേകത നവരാത്രി 10 ദിവസങ്ങളായി നീണ്ടു കിടക്കുന്നു എന്നുള്ളതാണ്. 10 ദിവസം വരുന്നുണ്ട് നവരാത്രിയിൽ ഇത്തവണ. 10 ദിവസം കഴിഞ്ഞ് 11-ാമത്തെ ദിവസമാണ് വിജയദശമി അഥവാ വിദ്യാരംഭന വരുന്നത്. കന്നിമാസത്തിലെ കർത്തവാവ് ഇതിന് ശേഷം വരുന്ന പ്രഥമയിലാണ് നവരാത്രി ആരംഭിക്കുന്നത് സാധാരണഗതിയിൽ നമ്മളെ മലയാളികളുടെ കണക്കനുസരിച്ച്. എന്നാൽ ഇത് ആശ്വിനമാസത്തിലെ ശുക്ലപക്ഷ പ്രഥമയാണ് നവരാത്രി ആരംഭിക്കുന്നത്. നവരാത്രി കണക്കാക്കുന്നതും അതിൻ്റെ ആചരണ രീതികളും ഒക്കെ വളരെ വിശദമായിട്ട്, അതിൻ്റെ പൂജാവിധികളും ദേവി ആരാധനയുടെ വ്യത്യസ്ത ഭാവങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ദേവി ഭാഗവതം ഉൾപ്പെടെയുള്ള പുരാണ ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായിട്ട് ഈ നവരാത്രി വ്രതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതനുസരിച്ച് ആശ്വിനമാസത്തിലെ വെളുത്തപക്ഷ പ്രഥമയിൽ നവരാത്രി ആരംഭിക്കുന്നു. ഈ ദേവീഭാഗവതത്തിൻ്റെ 26-ാം അധ്യായത്തിലെ, ദേവീഭാഗവതം 3-ാം സ്കന്ധത്തിൻ്റെ 26-ാം അധ്യായത്തിലെ നവരാത്രി വ്രതത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. തുടർന്നുള്ള പല അധ്യായങ്ങളിലും നവരാത്രി വ്രതത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. 3-ാം സ്കന്ധത്തിലെ 26-ാം അധ്യായത്തിൽ ജനമേജയ മഹാരാജാവ് ശ്രീ വ്യാസഭഗവാനോട് ചോദിക്കുകയാണ്, നവരാത്രേതു സംപ്രാപ്തേ കിം കർത്തവ്യം ദ്വിജോത്തമ വിധാനം വിധിവത് ബ്രൂഹി ശരത്കാലേ വിശേഷതഃ എന്ന് ജനമേജയ രാജാവ് ചോദിക്കുന്നു. നവരാത്രേതു സംപ്രാപ്തേ, നവരാത്രി സംപ്രാപ്തമായല്ലോ, അല്ലെങ്കിൽ നവരാത്രി സംപ്രാപ്തമാവുകയാണെങ്കിൽ കിം കർത്തവ്യം ദ്വിജോത്തമ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നവരാത്രി ആചരണങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കണം. വിധാനം വിധിവത് ബ്രൂഹി ശരത്കാലേ വിശേഷതഃ, ആ നവരാത്രിയുടെ വിധാനങ്ങൾ വിധിവത്തായി തന്നെ, വിധിവാമണ്ണം തന്നെ ഞങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയണം. അതുതന്നെ ശരത്കാലേ വിശേഷതഃ, ശരത്കാല നവരാത്രിയെക്കുറിച്ച് വളരെ വിശേഷമായിട്ട് തന്നെ പറയണം. വസന്തകാല നവരാത്രിയുണ്ട്, അതിനേക്കാൾ ഉപരി ശരത്കാല നവരാത്രിയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നാലും എന്നാണ് ജനമേജയ മഹാരാജാവ് വ്യാസഭഗവാനോട് അപേക്ഷിക്കുന്നത്. ദേവീഭാഗവതത്തിലെ 3-ാം സ്കന്ധത്തിൽ 26-ാം അധ്യായത്തിൽ. അതിന് വ്യാസഭഗവാൻ മറുപടി പറയുകയാണ്, ശൃണുരാജൻ പ്രവക്ഷ്യാമി നവരാത്രവ്രതം ശുഭം ശരത്കാലേ വിശേഷേണ കർത്തവ്യം വിധിപൂർവകം വസന്തേ ച പ്രകർത്തവ്യം തഥൈവ പ്രേമപൂർവകം എന്നാണ് വ്യാസഭഗവാൻ പറയുന്നത്. ശൃണുരാജൻ പ്രവക്ഷ്യാമി, ഹേ രാജൻ ശൃണു, അല്ലയോ മഹാരാജാവേ അങ്ങ് കേട്ടാലും, അഹം പ്രവക്ഷ്യാമി, ഞാൻ അതേക്കുറിച്ച് വിശദമായി പറയാം, പ്രകർഷേണ വക്ഷ്യാമി, ഞാൻ വിശദമായിട്ട് തന്നെ പറയാം എന്നാണ് വ്യാസഭഗവാൻ പറയുന്നത്. ശരത്കാലേ വിശേഷേണ കർത്തവ്യം വിധിപൂർവകം, ശരത്കാലത്ത് നവരാത്രി വ്രതം, നവരാത്രി വിധികൾ വിശേഷേണ കർത്തവ്യം, വളരെ വിശേഷപ്പെട്ടതായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. വസന്തകാലത്തെ നവരാത്രിയേക്കാൾ വിശേഷമാണ് ശരത്കാല നവരാത്രി എന്ന് വ്യാസഭഗവാൻ തന്നെ സൂചിപ്പിക്കുന്നതായിട്ട് ദേവി ഭാഗവതത്തിൽ പറയുകയാണ്.
ഇനി ഈ ദേവി ഭാഗവതരം 5-ാം സ്കന്ധത്തിലെ 34-ാം അധ്യായത്തിലെ പറയാണ്, ആശ്വിനേ ശുക്ലപക്ഷേതു നവരാത്രവ്രതം ശുഭം കരോതി ഭാവസംയുക്ത സർവാൻ കാമാനവാപ്നുയാത് എന്ന്. ആശ്വിനേ ശുക്ലപക്ഷേതു, ആശ്വിന മാസത്തിലെ ചാന്ദ്രപക്ഷ രീതിയിലുള്ള ആശ്വിന മാസത്തിലെ ശുക്ലപക്ഷേതു, ആ ശുക്ലപക്ഷം തുടങ്ങുമ്പോൾ നവരാത്രവ്രതം ശുഭം ആണ്, നവരാത്രവ്രതം ആചരിക്കേണ്ടത് എന്ന്. ആശ്വിന മാസം കർത്തവാവ് കഴിയുമ്പോഴാണ് വെളുത്തപക്ഷം ആരംഭിക്കുന്നതോടെയാണ് ആശ്വിന മാസം ആരംഭിക്കുന്നത്. ആ ആദ്യത്തെ 9 ദിവസം, നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി ആരംഭിക്കേണ്ടത്, വ്രതം ആചരിക്കേണ്ടത് എന്ന് ദേവീഭാഗവതത്തിലെ മറ്റധ്യായങ്ങളിലും പറയുന്നു. ആ നവരാത്രി വ്രതമാണെങ്കിൽ എങ്ങനെയാണെന്ന് 34-ാം അധ്യായത്തിലെ 35-ാം ശ്ലോകത്തിൽ പറയുന്നു, നവരാത്രവ്രതം പ്രോക്തം വ്രതാനാമുത്തമം വ്രതം ആരാധനം ശിവായാസ്തു സർവസൗഖ്യകരം പരം എന്ന്. നവരാത്രവ്രതം പ്രോക്തം വ്രതാനാം ഉത്തമം വ്രതം, വ്രതങ്ങളിൽ വെച്ച് ഉത്തമമായ വ്രതമാണ് നവരാത്രവ്രതം. ആരാധനം ശിവായാസ്തു, ശിവയെ പാർവതീദേവിയെ ആരാധിക്കൽ സർവസൗഖ്യകരം പരം, സർവസൗഖ്യകരമാണ്. നവരാത്രി ദിവസങ്ങളിൽ ദേവിയെ, പാർവതിയെ എന്ന് ഉദ്ദേശിച്ച ദേവി സങ്കല്പത്തിലെ പാർവതിയായാലും ലക്ഷ്മിയായാലും സരസ്വതി ആയാലും ഒരേ ചൈതന്യത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് എന്ന് ദേവി മഹാത്മ്യത്തിലൊക്കെ പറയുന്നുണ്ട്. ആ ദേവിയെ നവരാത്രി ദിവസങ്ങളിൽ ആരാധിക്കുന്നത് സർവസൗഖ്യകരം പരം എന്ന് ദേവീഭാഗവതത്തിൽ പറയണം. അങ്ങനെ ദേവീഭാഗവതത്തിലും മറ്റ് ദേവീപരമായ ഗ്രന്ഥങ്ങളിലെല്ലാം നവരാത്രി വ്രതത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ടെന്നർത്ഥം. അതിന് ഇക്കൊല്ലത്തെ നവരാത്രി പ്രത്യേകത നേരത്തെ പറഞ്ഞു, ഇത് 10 ദിവസമാണ് എന്ന്. 9 ദിവസത്തിന് പകരം 10 ദിവസമുണ്ട്. അതിന് കാരണം പ്രഥമ, ദ്വിതീയ കഴിഞ്ഞ് തൃതീയ 2 ദിവസത്തെ സൂര്യോദയങ്ങളിൽ വരുന്നുണ്ട്. ശനിയാഴ്ച സൂര്യോദയത്തിലും തൃതീയുണ്ട്, 60 നാഴികയ്ക്കുണ്ട്. അത് കഴിഞ്ഞ് ഞായറാഴ്ച തൃതീയ തിഥി വരുന്നുണ്ട്. അങ്ങനെ 2 ദിവസങ്ങളിലെ സൂര്യോദയ സമയത്ത് തൃതീയ വരുന്നു. അപ്പോൾ അതിനനുസരിച്ച് മറ്റ് തിഥികളുടെ ഏറ്റക്കുറച്ചിൽ, വിനാഴികളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് മറ്റ് തിഥികളിലും വ്യത്യാസം വന്നു. അങ്ങനെ 10 ദിവസത്തേക്ക് ഈ 9 ദിവസത്തിന് നവരാത്രി 10 ദിവസങ്ങളിലായിട്ട് നീണ്ടു കിടക്കുന്നു. 11ാമത്തെ ദിവസം വിജയദശമി. ഇതിൽ തന്നെ ഈ പൂജവെപ്പ്, ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ഈ ദിവസങ്ങളെക്കുറിച്ചും ആർക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട കാര്യമില്ല. വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ഇക്കൊല്ലത്തെ പഞ്ചാംഗങ്ങളിലും കലണ്ടറുകളിലും എല്ലാം കൊടുത്തിട്ടുള്ളത്. അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നവരാത്രി ദിവസങ്ങളിൽ സരസ്വതി പൂജയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ ദേവിയുടെ 3 ഭാവങ്ങളെയും ആരാധിക്കേണ്ട ദിവസങ്ങളാണിത്. മഹാദേവി, മഹാകാളി, മഹാലക്ഷ്മി, മഹാവാണീതിയാസ്മൃത എന്നാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാവാണീതിയാസ്മൃത സാസ്മാൻ പാതു മഹാദുർഗ സമസ്താപ നിവാരിണി എന്നാണ്. ത്രിപുര സുന്ദരീ ഭാവത്തിലാണ് ദേവി ആരാധിക്കേണ്ടത്. ദേവി മഹാത്മ്യത്തിൽ പറയുന്നു. മഹാകാളിയായും മഹാലക്ഷ്മിയായും സരസ്വതിയായും ആചരിക്കുന്നു നവരാത്രി ദിവസങ്ങൾ പ്രത്യേകിച്ചും. അപ്പോൾ അതിൽ തന്നെ ആദ്യത്തെ 3 നവരാത്രിയുടെ 9 ദിവസങ്ങൾ ആദ്യത്തെ 3 ദിവസം ദുർഗയായും അടുത്ത 3 ദിവസം ലക്ഷ്മിയായും അവസാനം 3 ദിവസം സരസ്വതിയായിട്ടും ആരാധിക്കുന്ന രീതിയും ചിലയിടങ്ങളിലുണ്ട്. മറിച്ച് കേരളത്തിലെല്ലാം അവസാനം 3 ദിവസം മാത്രം ആരാധിക്കുന്ന രീതി. ആദ്യത്തെ ദിവസം ദുർഗ, 2ാമത്തെ ദിവസം ലക്ഷ്മി, മഹാനവമിക്ക് 3ാമത്തെ ദിവസം വിദ്യാരംഭ ദിവസം സരസ്വതി. അങ്ങനെ രീതിയിൽ നവരാത്രിയുടെ അവസാന ദിവസം വിജയദശമിയും കൂടി ആരാധിക്കുന്ന രീതിയും ആണ് കേരളത്തിൽ കൂടുതലുള്ളത്. എങ്കിലും നവരാത്രി ദിവസങ്ങളിൽ ദേവിയെ എല്ലാ ഭാവത്തിലും ആരാധിക്കാറുണ്ട്. അങ്ങനെ ഈ കേരളത്തിലെ പുസ്തകം പൂജയ്ക്ക് വയ്ക്കൽ പ്രധാന ചടങ്ങാണ് നവരാത്രിയുടെ ഭാഗമായിട്ട്. ഈ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കേണ്ടത് അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ്. അതനുസരിച്ച് ഒക്ടോബർ 10-ാം തീയതി പൂജവെപ്പ് വരുന്നു. പിന്നെ ദുർഗാഷ്ടമി കണക്കാക്കുന്നത് അഷ്ടമി പിറന്നാൾ പക്ഷത്തിൽ ഉള്ളത് സൂര്യോദയത്തിന് ശേഷം 6 നാഴികയ്ക്ക് അഷ്ടമിയുള്ള ദിവസം ദുർഗാഷ്ടമി. അപ്പോൾ ഒക്ടോബർ 11-ാം തീയതി ദുർഗാഷ്ടമിയായിട്ട് വരുന്നു. പിന്നെ മഹാനവമി മധ്യാഹ്നത്തിൽ നവമി വരുന്ന ദിവസമാണ് മഹാനവമി. അതനുസരിച്ചാണെങ്കിൽ ദുർഗാഷ്ടമിയും മഹാനവമിയും കൂടി 11-ാം തീയതി ഒക്ടോബർ 11-ന് വരുന്നു. എന്നാൽ 12-ാം തീയതിയും നവമിയുണ്ട്. 12-ാം തീയതി നവമി 12 നാഴികയോളം നവമിയുണ്ട്, മധ്യാഹ്നത്തിലെത്തില്ലെങ്കിൽ പോലും. അപ്പോൾ അന്നും മഹാനവമിയായിട്ട് തന്നെ ആചരിക്കുന്നു. അടുത്ത ദിവസം 13-ാം തീയതി വിദ്യാരംഭം, വിജയദശമി ദിവസം വിദ്യാരംഭം, എഴുത്തിനെടുത്തെല്ലാം നടക്കുന്നു. അങ്ങനെയാണ് ഇക്കൊല്ലത്തെ ക്രമം, ആരാധനാക്രമം വരുന്നത്, പൂജാക്രമം എല്ലാം വരുന്നത്. അങ്ങനെ ഏതായാലും ഇന്ന് ആരംഭിക്കുന്ന നവരാത്രി 12-ാം തീയതിയോടെ 10 ദിവസത്തോടെ നവരാത്രി കഴിഞ്ഞ് 13-ന് വിദ്യാരംഭവും വിജയദശമിയും വിദ്യാരംഭവുമായിട്ട്
കേരളത്തിലെ ദേവി ആരാധനയുടെ ക്രമം അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഈ ദിവസങ്ങളിൽ നമുക്ക് ദേവിയെ ആരാധിക്കാം. ഈ ദേവിയെ തന്നെ നവദുർഗാ സങ്കല്പത്തിൽ 9 ദിവസം 9 ഭാവത്തിൽ ആരാധിക്കുന്ന രീതി കുറിച്ച് ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കുഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ഠം കാത്യായനീതി ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ച അഷ്ടമം, നവമം സിദ്ധിദാ പ്രോക്ത, നവദുർഗാഹ പ്രകീർത്തിതാഹ എന്ന്. നവദുർഗാഹ പ്രകീർത്തിതാഹ, നവരാത്രിയിലെ ദേവിയെ, ആദിപരാശക്തിയായ ദേവിയെ നവദുർഗാഭാവത്തിൽ ആരാധിക്കുന്ന രീതിയെക്കുറിച്ചാണ് ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ദേവിയെ ഏതു ഭാവത്തിലായാലും, മഹാകാളിയായാലും, പാർവതി രൂപത്തിലായാലും, മഹാലക്ഷ്മി രൂപത്തിലാണെങ്കിലും, മഹാസരസ്വതി രൂപത്തിലാണെങ്കിലും ദേവിയെല്ലാം ആദിപരാശക്തി തന്നെയാണ്. ആദിപരാശക്തിയുടെ വിവിധ ഭാവങ്ങളാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ ദേവിയെ നമുക്ക് ആരാധിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ ശക്തിയും ഐശ്വര്യവും വിദ്യയും എല്ലാം നമുക്ക് നേടാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇന്ന് മുതൽ ദേവിയുടെ ആരാധനയുടെ നാളുകളാണ്. നമുക്ക് ദേവിയെ എങ്ങനെ ധ്യാനിക്കാം? സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന സാധാരണ ദേവി മഹാത്മ്യത്തിന് മുന്നോടിയായിട്ടുള്ള പ്രാർത്ഥനകളിൽ പെടുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ദേവി ആരാധനയ്ക്ക് ധാരാളം ദേവി ഭാഗവതമുണ്ട്, ദേവി മഹാത്മ്യമുണ്ട്, ലളിതാ സഹസ്രനാമമുണ്ട്, സൗന്ദര്യലഹരിയുണ്ട്. അങ്ങനെ ദേവീപരമായ ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കാം. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാ നായകശേഖരാം സ്മിതമുഖീമാവീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരക്തചഷകം രക്തോൽപ്പലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത്പരാമംബികാം. നമസ്കാരം.